സാറേ, പന്തളം ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് പല സമരങ്ങളും നടന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് അവിടെ ഭരണം കിട്ടി. ബി ജെ പിക്ക് ആകെ മുനിസിപ്പാലിറ്റിയിൽ ഭരണമുള്ളത് ഒന്ന് പന്തളവും പാലക്കാടുമാണ്. പന്തളത്ത് ഈ ഇടയ്ക്ക് പല വിഭാഗീയതയും ആഭ്യന്തര പ്രശ്നങ്ങളും കാരണം അവിടെ ചെയർമാൻ രാജിവെക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ചെയർപേഴ്സൺ ആയിരുന്നു രാജിവെച്ചത്. ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കോൺഗ്രസും അതോടൊപ്പം തന്നെ LDFും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്ത് അവർ ജയിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് BJP തന്നെ വീണ്ടും അവിടെ അധികാരം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം BJP വലിയ പ്രതിസന്ധിയിലാണല്ലോ. ഈ അധികാരം കൊണ്ട് ഒരു ഉണർവ് നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും വളരെ അവർക്ക് ആവേശം പകരുന്ന ഒരു വിജയമാണ് ഇപ്പോൾ പന്തളത്ത് സംഭവിച്ചിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ കാരണം കൊണ്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ശബരിമല സീസണാണ്. അതിൻ്റെ ഏറ്റവും അധികം തിരക്കനുഭവപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ തന്നെ, ആ മുഹൂർത്തത്തിൽ തന്നെ പന്തളം ഒരിടത്താവളം കൂടിയാണ്. അയ്യപ്പൻ ജനിച്ച മണ്ണാണ് ഇവിടെ. കൊട്ടാരം അവിടെ തന്നെ ഉണ്ട്. തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം എന്നൊക്കെയുള്ള ഈ പ്രഖ്യാതമായിട്ടുള്ള സ്ഥലം, അയ്യപ്പൻ്റെ ജന്മഭൂമി എന്ന രീതിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആദിഭാർഗവ ഗോത്രത്തിൽപ്പെട്ട പാണ്ഡ്യ രാജവംശത്തിൻ്റെ വളർത്തുപുത്രനായി വളർന്ന അയ്യപ്പനെ അല്ലെങ്കിൽ മണികണ്ഠനെ വളർത്തിയ സ്ഥലം മണികണ്ഠൻ ആൽത്തറയാണ്. അവിടെയാണ് ഈ ക്ഷേത്രമുള്ളത്. കൊട്ടാരം തൊട്ടടുത്തായിട്ടാണ്. അങ്ങനെയൊക്കെ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഈ പുണ്യഭൂമിയായിട്ടാണ് അറിയപ്പെടുന്നത്. ആ സ്ഥലത്ത് തന്നെ BJPക്ക് ഒരു വിജയം കൊയ്യാൻ കഴിഞ്ഞത്, തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് അതിലും വലിയൊരു അത്ഭുതമാണ്. ഒരു അട്ടിമറിയാണ്. ഒരു അട്ടിമറിയിലൂടെ അവിടെ ഒരു ചെയർ വുമണാണ് ഉണ്ടായിരുന്നത് പന്തളത്ത് തന്നെ. ആ ചെയർ വുമണെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചു. അവിടെ അവിശ്വാസ പ്രമേയം എടുത്തിരുന്നെങ്കിൽ BJP ഒരു പക്ഷേ പരാജയപ്പെട്ടേനെ. പക്ഷേ തന്ത്രപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെക്കുകയും മാറി നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ തിളക്കമാർന്ന വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. അച്ഛൻ കുഞ്ഞ് എന്ന് പറയുന്ന ആളിനെ അവിടെ മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുത്തു. ഇപ്പോൾ ചെയർമാനാണ്, മുനിസിപ്പൽ ചെയർമാനായി കഴിഞ്ഞിരിക്കുന്നു. അതൊരു അഗ്നി പരീക്ഷ ജയിച്ചു വന്നൊരു വിജയമാണ്. ഇനി അത് എങ്ങും കെടാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 2 P ആണ് ഇപ്പോൾ കേരളത്തിൽ BJP ഭരിക്കുന്നതായിട്ടുള്ള മുനിസിപ്പാലിറ്റികൾ. പാലക്കാട്, പന്തളം. പാലക്കാടിനെ തുടർന്ന് പന്തളവും കൈവിട്ടിട്ടില്ല. വളരെ തന്ത്രപൂർവ്വം അവധാനതയോടെ പക്വതയോടുകൂടി ഇതിനെ നേരിട്ടു. പന്തളം എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ട് CPMൻ്റെ കോട്ടയാണ്. ചുവന്ന മണ്ണാണ്, ചെങ്കോട്ടയാണ് അവിടെ. അവിടുത്തെ രാഷ്ട്രീയം ആ തരത്തിലാണ്. അപ്പോൾ പന്തളത്തുള്ള ഭൂരിപക്ഷം കുടുംബങ്ങളും ഈ CPM കുടുംബങ്ങളാണ്. പക്ഷേ അടുത്ത കാലത്ത് ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിരുദ്ധ വികാരമോ മൂലം പലരും കൊഴിഞ്ഞു BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ശക്തിയുടെ അടിത്തറ. പന്തളം മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിൽ ആകമാനം കാണുന്ന ഒരു പ്രതിഭാസമാണ്. നമുക്കതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് അമിതാവേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചപ്പോൾ കേരളമെല്ലാം നിശബ്ദമായിരുന്നപ്പോൾ ആ നിശബ്ദതയെ ഭഞ്ജിക്കുന്ന ഒന്ന് പന്തളത്ത് സംഭവിച്ചു. അത് അവിടെ നടന്ന നാമജപ ഘോഷയാത്രയാണ്. വളരെ സമാധാനപരമായി ഈണത്തിൽ ഭക്തിയോടെ രാമനാമം ഉരുവിട്ടുകൊണ്ട് ആ തെരുവീഥികളിലൂടെ ഒരിക്കലും പുറത്തിറങ്ങിയിട്ടില്ലാത്ത, ഇങ്ങനൊരു പ്രകടനത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത അഭിജാതരായിട്ടുള്ള സ്ത്രീകളും തറവാടികളായിട്ടുള്ള പുരുഷന്മാരും എല്ലാം ചേർന്ന് ഇങ്ങനെയുള്ള സമരങ്ങളോടൊക്കെ ഒരു തരം ഇൻഡിഫറൻസ് അല്ലെങ്കിൽ നിസ്സംഗത കാണിച്ചിരുന്ന ആൾക്കാരെല്ലാം പന്തളത്ത് പാലത്തിനടിയിൽ കൂടി ഒഴുകുന്ന അച്ചൻ കോവിലാറ് പോലെ പന്തളത്ത് കൂടി ഒഴുകിക്കൊണ്ട് നാമജപം, ദൈവനാമജപം, ഒരു പ്രതിഷേധവും അലയടിക്കാത്ത അവിടെ പ്രകടനം നടത്തിയ സ്ഥലം. അവർക്കെതിരെ പോലും കേസെടുത്തു. അവരിൽ പലരും ഇന്ന് കേസിൽ പ്രതികളാണ്. അവർ പ്രകടനം നടത്തിയെന്ന്. മെഴുകുതിരി പ്രകടനങ്ങൾ നമ്മൾ നടത്താറുണ്ടല്ലോ. എത്രയോ തവണ സെക്രട്ടേറിയറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, സ്റ്റാച്യുവിന് മുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കേസ് പോലും എടുക്കാറില്ലല്ലോ. പക്ഷേ അവരിങ്ങനെ വിളക്കി തിരികളുമായിട്ട് ഇങ്ങനൊരു പ്രകടനം നടത്തിയപ്പോൾ അവർക്കെതിരെ പോലും കേസുണ്ടാവുകയും ചെയ്തു. അവസാനം കോടതിയുടെ വിധി അയ്യപ്പൻ്റെയും അയ്യപ്പ ഭക്തരുടെയും ആഗ്രഹങ്ങൾക്ക് അനുസൃതമായി വരികയും ചെയ്തു. അങ്ങനെ ഒരു പാവനചരിതമുള്ള പുണ്യഭൂമിയായിട്ടുള്ള ഇവിടെ മുനിസിപ്പാലിറ്റി പിടിക്കാൻ BJPക്ക് കഴിഞ്ഞു, സമർത്ഥമായിട്ട് കഴിഞ്ഞു എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു പാഠമാണ്. ഈ തന്ത്രമൊന്നും പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടത്രയില്ല. അവർക്ക് പാലക്കാട് പിടിക്കാമായിരുന്നു.
ഇതേ തന്ത്രത്തിൽ കൂടിയൊക്കെ, തന്ത്രമില്ലാതെ രാഷ്ട്രീയത്തിൽ വിജയം സാധ്യമല്ല. നിങ്ങൾ ഈ ആദർശവും കൊണ്ടിരുന്നാൽ വിജയിക്കാൻ സാധ്യമല്ല. പല ഉദാഹരണങ്ങളുമുണ്ട്. പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് കലുഷിതമായിട്ടുള്ള ഭീകരന്മാരെ സഹായിച്ചുകൊണ്ടോ അവരുടെ പിന്തുണ നേടിക്കൊണ്ടോ അവരെ വോട്ട് ബാങ്ക് ആക്കിക്കൊണ്ടോ ഉള്ള രാഷ്ട്രീയമല്ല. പക്ഷേ അവിടെ ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട്. സമവാക്യങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചില തന്ത്രങ്ങൾ കൂടി നിങ്ങൾക്ക് നടപ്പാക്കേണ്ട ആ തന്ത്രമാണ്. ഇവിടെ തന്ത്രമെന്ന് പറയുന്നത് വേറൊന്നുമല്ല, മുനിസിപ്പൽ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അന്ന് രാജിവെക്കാൻ കാണിച്ച ആ സന്നദ്ധത. അതോടൊപ്പം ഈ സമയത്ത് ഓർക്കേണ്ട മറ്റൊരു പേരാണ് സന്ദീപ് വാര്യർ. കാരണം പാലക്കാട് പരാജയത്തിന് പിന്നാലെ പന്തളത്ത് ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്റെ വിജയമായി അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ഞാൻ പറയുന്നതെല്ലാം ശരിയാകുന്നു, പന്തളത്ത് BJP തകരുകയാണ്, പാലക്കാട് തകരുകയാണ്, കേരളം മുഴുവൻ തകരുകയാണെന്നെല്ലാം അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയായിരിക്കും ഈ വിജയം അദ്ദേഹം വിലയിരുത്തുക? അത് BJPക്ക് പറ്റിയ തന്ത്രപരമായൊരു പാളിച്ചയാണ്. സന്ദീപ് വാര്യരെ പോലെയുള്ള കൂറില്ലാത്ത ക്ഷുദ്രജീവികളായിട്ടുള്ള മനുഷ്യരെയൊക്കെ ഈ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരുന്നത് വക്താക്കളാക്കി വെച്ചുകൊണ്ടിരുന്നത്. വാചാടോപം നടത്തുന്നത് വെച്ചല്ല, അദ്ദേഹത്തിൻ്റെ ലോയൽറ്റി പരിശോധനാ വിധേയമായില്ല. അല്ലെങ്കിൽ നിസ്സാരമായ ഒരു വ്യക്തിപരമായ കാര്യം, തൻ്റെ അമ്മ മരിച്ചപ്പോൾ അവിടെ വന്നില്ല, റീത്ത് വെച്ചില്ല, ഇതുപോലുള്ള നിസ്സാര കാരണങ്ങൾ ഉപയോഗിച്ചു അന്നേരം അവിടെ ആരും വന്നില്ല. BJPയിലെ സുരേന്ദ്രൻ എന്നെ വന്ന് വിളിച്ചില്ല, ഇങ്ങനെയൊക്കെ സാറേ കുറ്റി എന്നെ പിച്ചി നുള്ളി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു ആദർശ ഭംഗം BJPക്ക് വന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കട്ടെ. അവർ എൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് പറയട്ടെ. ഇത്രയും ചെയ്തതിനെ വ്യക്തിപരമായ കാര്യങ്ങളുടെ പിന്നെ പാണക്കാട്ടേക്ക് തീർത്ഥാടനം പോവുക ഇയാൾ, ഈ മനുഷ്യൻ. എന്ത് ഇൻറ്റഗ്രിറ്റിയാണ് തനിക്കുള്ളത്? എന്തൊരു സന്ദീപ് വാര്യരെ ലജ്ജ തോന്നുന്നു തൻ്റെ പേരിൽ. തൻ്റെ ഈ വാചാടോപങ്ങൾ കേൾക്കുമ്പോഴേ അറിയാം, അത്യുക്തികൾ കേൾക്കുമ്പോഴേ അറിയാം നാളെ നിങ്ങൾ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നു. അതുപോലെ ഈ അതിവിപ്ലവകാരികളായിട്ടുള്ള ചിലരുണ്ട്, നക്സലൈറ്റായിട്ടൊക്കെ പോകും. എവിടെ ഇപ്പോൾ നക്സലൈറ്റുകൾ? കെ വേണു ഇന്ന് എവിടെ? ഏത് പാർട്ടിയിൽ? കെ വേണു എവിടെ? അതുപോലെ തന്നെ വിപ്ലവത്തിൽ നിന്ന് മതപ്രസംഗവും നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ആൾക്കാരില്ലേ പലരെയും. പിന്നെ വക്കീലായിട്ടുള്ളവരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അതിവിപ്ലവമെന്നും പറഞ്ഞ് ഇപ്പോൾ എല്ലാം കൊല ചെയ്തുകൊണ്ട് കഴുത്തറുത്ത് മതിലിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് വിപ്ലവം കൊണ്ടുവരും, സോഷ്യലിസം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അമിതാവേശം കാണും. ഈ അമിതാവേശം അല്ല മാനദണ്ഡം. ഇപ്പം പന്തളത്ത് കാണിച്ച മാതൃകയിലുള്ള മാതൃകയാണ് തന്ത്രപൂർവ്വം സമചിത്തതയോടെ നേരിടുക. അല്ല ചുമ്മാ വായ പഠിക്കുന്നവരെല്ലാം കൊണ്ട് വക്താവാക്കി കൊണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവരം വേണം BJP നേതൃത്വത്തിന്. ഇവനൊക്കെ ഈ BJPയിൽ നിന്ന് പോയത് BJPക്ക് നന്നായതേ ഞാൻ പറയുള്ളൂ. ഇവരൊക്കെ ക്ഷമിക്കണം, ഇവരെന്ന് പറഞ്ഞത് തെറ്റിപ്പോയി. കാരണം ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത, ഒരു ആർജവവും ഇല്ലാത്ത വ്യക്തികളെയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പാർട്ടി നടത്താൻ പറ്റില്ല. അവൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ചെന്നില്ലെങ്കിൽ, ആ സന്ദർശനം നടത്തിയില്ലെങ്കിൽ കുടുംബത്തോട് അങ്ങ് BJPയിൽ നിന്ന് വിട്ടുപോകും. ആണോ? BJP എന്ന് പറയുന്ന 5 പൈസയുടെ പ്രയോജനം ഇല്ലെങ്കിലും BJPയോടുള്ള കൂറ് കൊണ്ട് നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. നിങ്ങൾ അവരെയാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ എൻ്റെ വീട്ടിലെ BJPക്കാർ നേതാക്കളൊക്കെ വരും, റീത്ത് കൊണ്ടുവച്ചു വരും, എനിക്ക് നല്ല സ്ഥാനം കിട്ടും, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്ക് സ്റ്റേജിൽ കസേര കിട്ടും, ഇങ്ങനെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ BJPയിൽ നിന്ന് ഇത്രയും നേരത്തെ പറഞ്ഞു വിടണം. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ നേരെ വിപരീത ധ്രുവത്തിലുള്ള രാഷ്ട്രീയ സിംഹാസനങ്ങളിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി അവർ പോവും. ഈ തിരിച്ചറിവ് BJPക്ക് ഉണ്ടാവണം. ആ പാഠമാണെന്ന് തോന്നുന്നു എനിക്ക് പന്തളത്ത് നിന്ന് BJPക്ക് ഉൾക്കൊള്ളാറുള്ളൂ.